സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് അവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും അതുപോലെ വീഡിയോ മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഒരു ഫ്രീ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് കാണാം. അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ പ്രീമിയം ഗ്രൂപ്പിലേക്ക് ഒരു മാസത്തേക്ക് ഫ്രീ എൻട്രി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഇന്ന് വെള്ളിയാഴ്ച, അതായത് 12-ാം തീയതി വെള്ളിയാഴ്ച ഈവനിങ് 7:30 ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ കീഴിൽ ഫ്രീ ആയിട്ട് ഓപ്ഷൻ ട്രേഡിങ്ങിൻ്റെ ക്ലാസ് നടക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിനകത്ത് ജോയിൻ ചെയ്യാം. ഗ്രൂപ്പിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ഗ്രൂപ്പിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിൾ മീറ്റിൻ്റെ ലിങ്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് 2023 May 12 വെള്ളിയാഴ്ച ഒരു വാരാന്ത്യമാണ്. ഇപ്പോൾ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു നോക്കാം. നിഫ്റ്റി ഇന്നലെ അവസാനിച്ച 18,297 നിന്ന് 23 പോയിന്റ് ഗ്യാപ് ഡൗണോടുകൂടി 18,273 ഇന്ന് ആരംഭിച്ചത്. 18,342 ഡേ ഹൈയും 18,194 ഡേ ലോയും വന്നതുവഴി 148 പോയിന്റിൻ്റെ അഥവാ 0.81% ഇൻട്രാഡേ മൂവ്മെൻറ്റാണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 18,273 നിന്ന് 41 പോയിന്റ് ലാഭത്തോടുകൂടി 18,314 നിഫ്റ്റി ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ഇന്നലത്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്നലെ അവസാനിച്ച 18,297 18 പോയിന്റിൻ്റെ ലാഭം നിഫ്റ്റി നേടിയിട്ടുണ്ട് ഇന്നത്തെ ക്ലോസിംഗ് വരുമ്പോഴത്തേക്കും. സെൻസെക്സ് ഇന്നലെ അവസാനിച്ച 61,904 നിന്നും 47 പോയിന്റ് ഗ്യാപ് ഡൗണോടുകൂടി 61,857 രാവിലെ ആരംഭിച്ചത്. 62,110 ഡേ ഹൈയും 61,578 ഡേ ലോയും വന്നതുവഴി 532 പോയിന്റിൻ്റെ അഥവാ 0.86% ഇൻട്രാഡേ മൂവ്മെൻറ്റാണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 61,857 നിന്ന് 170 പോയിന്റ് ലാഭത്തോടുകൂടി 62,027 ഇന്ന് മാർക്കറ്റ് അവസാനിച്ചത്. ഇന്നലത്തേതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്നലെ അവസാനിച്ച 61,904 നിന്നും 123 പോയിന്റ് ലാഭമാണ് ഇന്നത്തെ ക്ലോസിംഗ് സെൻസെക്സ് നേടിയിരിക്കുന്നത്. ഇന്ത്യ വിക്സ് അഥവാ വൊളാറ്റിലിറ്റി ഇൻഡെക്സ് ആരംഭിച്ചത് 13.22 13.51 ഡേ ഹൈയും 12.74 ഡേ ലോയും വന്നത് വഴി 2.8% വൊളാറ്റിലിറ്റി കുറയുകയും 12.85 അവസാനിക്കുകയും ചെയ്തിരിക്കുന്നു. ബാങ്ക് നിഫ്റ്റി ഇന്നലെ അവസാനിച്ച് 43,475 നിന്ന് 28 പോയിന്റ് ഗ്യാപ് ഡൗണോടുകൂടി 43,447 ഇന്ന് ആരംഭിച്ചത്. 43,905 ഡേ ഹൈയും 43,347 ഡേ ലോയും വന്നതുവഴി 558 പോയിന്റ് അഥവാ 1.28% ഇൻട്രാഡേ മൂവ്മെൻറ്റാണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 43,447 നിന്ന് 346 പോയിന്റിൻ്റെ ഇൻട്രാഡേ ലാഭത്തോടുകൂടി 43,793 ഇന്ന് ബാങ്ക് നിഫ്റ്റി അവസാനിച്ചിരിക്കുന്നത്. ഇന്നലത്തെ ക്ലോസിംഗായി കമ്പയർ ചെയ്യുമ്പോൾ ഇന്നലെ അവസാനിച്ച 43,475 നിന്ന് 318 പോയിന്റിൻ്റെ ലാഭമാണ് ബാങ്ക് നിഫ്റ്റി ഇന്നത്തെ ക്ലോസിംഗിലേക്ക് നേടിയെടുത്തിരിക്കുന്നത്. ഫിൻ നിഫ്റ്റി ഇന്നലെ അവസാനിച്ച 19,401 നിന്ന് 35 പോയിന്റ് ഗ്യാപ് ഡൗണോടുകൂടി 19,366 ഇന്ന് ആരംഭിച്ചത്. 19,556 ഡേ ഹൈയും 19,335 ഡേ ലോയും വന്നതുവഴി 220 പോയിന്റിൻ്റെ അഥവാ 1.14% ഇൻട്രാഡേ മൂവ്മെൻറ്റാണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 19,366 നിന്ന് 140 പോയിന്റിൻ്റെ ഇൻട്രാഡേ ലാഭത്തോടുകൂടി 19,507 ഫിൻ നിഫ്റ്റി ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ഇന്നലത്തെ ക്ലോസിംഗ് അഥവാ 19,401 നിന്നും 106 പോയിന്റിൻ്റെ ലാഭമാണ് ഇന്നത്തെ ക്ലോസിംഗിലേക്ക് ഫിൻ നിഫ്റ്റി നേടിയിരിക്കുന്നത്. BSE ബാങ്ക് എക്സ് നോക്കുകയാണെങ്കിൽ ഇന്നലെ അവസാനിച്ച 49,408 നിന്നും 17 പോയിന്റ് ഗ്യാപ്പ് അപ്പിൽ 49,426 ഇന്ന് ബാങ്ക് എക്സ് ആരംഭിച്ചത്. 49,881 ഡേ ഹൈയും 49,282 ഡേ ലോയും വന്നതുവഴി 599 പോയിന്റിൻ്റെ അഥവാ 1.21% ഇൻട്രാഡേ മൂവ്മെൻ്റാണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 49,426 നിന്നും 342 പോയിന്റ് ലാഭത്തോടുകൂടി 49,768 ഇന്ന് ബാങ്ക് എക്സ് അവസാനിച്ചിരിക്കുന്നത്. ഇന്നലത്തെ ക്ലോസിംഗായി കമ്പയർ ചെയ്യുമ്പോൾ ഇന്നലത്തെ ക്ലോസിംഗ് ആയ 49,408 നിന്നും 359 പോയിന്റിൻ്റെ ലാഭമാണ് ഇന്നത്തെ ക്ലോസിംഗിലേക്ക് ബാങ്ക് എക്സ് നേടിയെടുത്തിരിക്കുന്നത്. പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഇന്ന് മുകളിലോട്ട് അല്ലെങ്കിൽ 2% കൂടുതൽ ലാഭമുണ്ടാക്കിയ സ്റ്റോക്കുകളൊന്നും തന്നെ സ്ക്രീനർ കാണിച്ചു തന്നിട്ടില്ല. പവർ ഗ്രിഡ്, NTPC, IEX, ICIC പ്രൂലി, ഹിൻഡാൽകോ, BPCL ഇത്രയും സ്റ്റോക്കുകൾ 2% കൂടുതൽ നഷ്ടമാണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 9,159 കോടിയുടെ ബൈയിങ്ങും 8,145 കോടിയുടെ സെല്ലിംഗ് നടത്തിയത് വഴി 1,014 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ്, അല്ലെങ്കിൽ പണം മാർക്കറ്റിലേക്ക് നിക്ഷേപിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 5,457 കോടിയുടെ ബൈയിങ്ങും 6,380 കോടിയുടെ സെല്ലിംഗ് നടത്തിയത് വഴി 923 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് ഇന്ന് മാർക്കറ്റിൽ കാഴ്ചവെച്ചത്. ഓൾടുഗദർ നോക്കുകയാണെങ്കിൽ 91 കോടി രൂപ മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വന്നതായിട്ടാണ് ഡാറ്റകൾ നമുക്ക് കാണിച്ചു തരുന്നത്.
പ്രധാനപ്പെട്ട കമ്പനികൾ നാളെയും മറ്റന്നാളും, നാളെ ശനിയാഴ്ചയാണ്, മറ്റന്നാൾ ഞായറാഴ്ച, പിന്നെ തിങ്കളാഴ്ച, ഈ 3 ദിവസങ്ങളിൽ ക്വാർട്ടർലി റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികളുടെ പേരുകളാണ് ഇപ്പോൾ ഞാൻ വായിക്കാൻ പോകുന്നത്. ഒന്ന് ഭഗീരഥ കെമിക്കൽസ്, നവീൻ ഫ്ലോറിൻ, കോറമണ്ഡൽ ഇൻ്റർനാഷണൽ ലിമിറ്റഡ്, ഗുഡ് ലക്ക് ഇന്ത്യ ലിമിറ്റഡ്, HIL ലിമിറ്റഡ്, കല്യാൺ ജുവല്ലേഴ്സ്, കരൂർ വൈശ്യ ബാങ്ക്, PCB ലിമിറ്റഡ്, പ്രൊട്ടക്ടർ ഗാംബിൾ ഹെൽത്ത് ലിമിറ്റഡ്, രാജശ്രീ ഷുഗേഴ്സ്, സൂര്യോദയ സ്മോൾ ഫിനാൻസ് ബാങ്ക്, അഗ്രോ ക്യാപിറ്റൽ ലിമിറ്റഡ്, ഭാരതി എയർടെൽ ലിമിറ്റഡ്, എക്സൽ ഇൻഡസ്ട്രീസ്, ഗ്രാനൂൾസ് ഇന്ത്യ ലിമിറ്റഡ്, ഹ്യൂബാക്സ് കളറൻസ് ഇന്ത്യ ലിമിറ്റഡ്, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, മുക്കന്ത് ലിമിറ്റഡ്, ടാൽബ്രോസ് ഓട്ടോമോട്ടീവ് കമ്പോണൻസ് ലിമിറ്റഡ്, TV ടുഡേ നെറ്റ്വർക്ക് ലിമിറ്റഡ്, ക്രെഡിറ്റ് ആക്സസ് ജർമ്മൻ ലിമിറ്റഡ്. ഇത്രയും കമ്പനികളാണ് നാളെയും മറ്റന്നാൾ, അതായത് 16-ാം തീയതി വരെയുള്ള ഡാറ്റയാണ് ഞാനിപ്പോൾ വായിച്ചത്. ഇനി അടുത്ത ആഴ്ചയിൽ 18, 19, 20, 21 തീയതി, അതായത് ഇവിടെ നിന്ന് എക്സാക്ട്ലി 7 ദിവസം അപ്പുറം മുതൽ 4 ദിവസത്തെ ഡിവിഡൻഡ് വിതരണം ചെയ്യുന്ന കമ്പനികൾ, ആർക്കെങ്കിലും അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനാവശ്യമായ സമയം കൂടി ഇവിടെ ലഭിക്കും. തിങ്കളാഴ്ച ആ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിലും 18-ാം തീയതിയൊക്കെയാണ് ഇതിനകത്ത് ഡിവിഡൻഡ് വരുന്നത്. അത്രയും ഒരാഴ്ചത്തെ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഞാൻ ഈ ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ധരംപൂർ ഷുഗർ ലിമിറ്റഡ്, അതിൻ്റെ ഡിവിഡൻഡ് 5+1 6 രൂപയുടെ ഡിവിഡൻഡ് ഇപ്പോൾ അതിനകത്ത് വരുന്നുണ്ട്. മുത്തൂറ്റ് ഫിനാൻസ് കമ്പനി 22 രൂപയുടെ ഡിവിഡൻഡ്, ഇൻ്ററിയം ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. GI എഞ്ചിനീയറിംഗ് സൊല്യൂഷൻസ് ലിമിറ്റഡ്, അതിനകത്ത് റൈറ്റ്സ് ഇഷ്യൂ ആണ്. 11:8 എന്ന രീതിയിൽ എന്താ പറയുക, റൈറ്റ്സ് ആണ് കിട്ടുന്നത്. നമുക്ക് 11 സ്റ്റോക്ക് കയ്യിലുണ്ടെങ്കിൽ 8 സ്റ്റോക്കുകൾ അഡീഷണൽ ആയിട്ട് പ്രീമിയം 0-യിൽ വാങ്ങാൻ പറ്റുന്ന രീതിയിലാണ് റൈറ്റ്സ് ഇഷ്യൂ ചെയ്യുന്നത്. ഡ്രഡ്ജിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, എന്താ പറയുക, ഒരു എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് ആണ് അവരുടേതുള്ളത്. അതേപോലെ ഹുസ്തമാക്കി ഇന്ത്യ ലിമിറ്റഡ് ആനുവൽ ജനറൽ മീറ്റിംഗ്, അതുപോലെ ഡിവിഡൻഡ് 2 രൂപയുടെ ഡിവിഡൻറ്റും അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തൈറോകെയർ ടെക്നോളജീസ് ലിമിറ്റഡ്, അവർ 18 രൂപയുടെ ഡിവിഡൻറ്റ് ഈ 20-ാം തീയതിയാണ് അത് വരുന്നത്. ദെൻ 21-ാം തീയതി ടിപ്സ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് സ്പ്ലിറ്റ് ആവുകയാണ്. ഷെയർ 10 രൂപ ഉള്ളത് 1 രൂപയിലേക്ക് മാറുകയാണ്. 1:10 എന്ന രീതിയിലേക്ക് അത് സ്പ്ലിറ്റ് ആവുകയാണ്. ദെൻ നെസ്ലെ ഇന്ത്യ ലിമിറ്റഡ് 21-ാം തീയതിയാണ്, 27 രൂപയുടെ ഡിവിഡൻഡാണ് അവർ കൊടുക്കുന്നത്. അവന്തി ഫീഡ്സ് 21-ാം തീയതി എക്സ് ഡേറ്റ് ആണ്, 22-ാം തീയതി അതിൻ്റെ റെക്കോർഡ് ഡേറ്റ് ആണ്. അവന്തി ഫീഡ്സ് എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് ആണ് അതിൻ്റെ നടക്കുന്നത്. ഈദ് പാരി ഇന്ത്യ ലിമിറ്റഡ് 21-ാം തീയതി തന്നെയാണ്. ഇൻ്ററിയം ഡിവിഡൻഡ് 4 രൂപയാണ് പെർ ഷെയർ കൊടുക്കുന്നത്. നെസ്ലെ ഇന്ത്യ 75 രൂപ പെർ ഷെയർ അതിൻ്റെ 21-ാം തീയതി ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. മോൾടെക് പാക്കേജിംഗ് ലിമിറ്റഡ്, അതിൻ്റെ 4 രൂപയാണ് ഇൻ്ററിയം ഡിവിഡൻഡ് കൊടുക്കുന്നത്. മോൾടെക്കിൻ്റെ തന്നെ ഒരു എക്സ്ട്രാ ഇൻ്ററിയം ഡിവിഡൻഡ് വരുന്നുണ്ട് 2 രൂപ പെർ ഷെയർ. അപ്പം അതിൽ 6 രൂപയുടെ, അത് രണ്ട് കമ്പനിയാണ് കേട്ടോ. മോൾടെക് പാക്കേജിംഗ് ലിമിറ്റഡിൽ 4 രൂപയും മോൾടെക് ടെക്നോളജീസിൽ 2 രൂപയും, അങ്ങനെയാണ്. അത് 2 കമ്പനിയാണ് കേട്ടോ, വ്യത്യസ്ത കമ്പനി. ഇതെല്ലാം 21-ാം തീയതിയാണ്. അപ്പോൾ 18-ാം തീയതി നമുക്ക് വരുന്നത് മുത്തൂറ്റ് ഫിനാൻസ്, 18-നാണ് എക്സ് ഡേറ്റ്, 18 തന്നെയാണ് റെക്കോർഡ് ഡേറ്റും. ധരംപൂർ ഷുഗർ, മുത്തൂറ്റ് ഫിനാൻസ്, അതേപോലെ എന്താ പറയുക, തൈറോകെയർ, ടിപ്സ് ഇന്ത്യ, നെസ്ലെ, അവന്തി ഫീഡ്സ്, ഈദ് പാരി, നെസ്ലെ ഇന്ത്യ, ഇതൊക്കെ ഈ 18 മുതൽ 21 വരെ ഡേറ്റുകളിലാണ് ഡിവിഡൻഡ് കൊടുക്കുന്നത്. എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു മുത്തൂറ്റ് ഫിനാൻസ് ആണ്. 22 രൂപ അവരുടെ ഡിവിഡൻഡ് വരുന്നുണ്ട്. സോ ആരെങ്കിലും ഇതിന് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നോട്ട് ചെയ്തോളുക, നിങ്ങൾക്ക് ഡിവിഡൻഡ് വരാനുണ്ട്. ഇനി പ്രധാനപ്പെട്ട സെക്ടറൽ ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി എനർജി, മിഡ് ക്യാപ്പ്, മെറ്റൽ, IT, ഫാർമ, കമ്മോഡിറ്റീസ്, CPSE, മിഡ് ക്യാപ്പ് 50, ഇൻഫ്ര, ആൽഫ 50, അതേപോലെ മീഡിയ, ഇത്രയും ഇൻഡെക്സുകൾ ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള ഏതാനും PSU ബാങ്ക്, കൺസപ്ഷൻ, FMCG, ഫിൻ സർവീസസ്, ഓട്ടോ, ബാങ്ക്, ഇതൊക്കെ പോസിറ്റീവിലാണ് അവസാനിച്ചിരിക്കുന്നത്. പക്ഷേ ഭൂരിഭാഗം എൻ്റെ കളക്ഷനിലുള്ളതിൽ കൂടുതലും ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. സോ തിങ്കളാഴ്ച എങ്ങനെയാവും എന്ന് നോക്കാം.
ഇനി ലെവൽസിലേക്ക് വരികയാണെങ്കിൽ ലെവൽസ് ഇന്ന് കാര്യമായ ഒരു മൂവ്മെൻറ്റ് നമുക്ക് മാർക്കറ്റിൽ കിട്ടിയില്ല എന്ന് തന്നെ പറയണം. നിഫ്റ്റി ഇന്ന് ആരംഭിച്ചത് യെസ്റ്റർഡേ ലോയിലാണ്. യെസ്റ്റർഡേ ലോയിൽ നിന്നും അഥവാ നമ്മുടെ 18266 എന്ന നമ്മുടെ സപ്പോർട്ട് 1ലാണ് ഓപ്പൺ ആയത്. അവിടെ നിന്ന് നേരെ സപ്പോർട്ട് 2ലേക്ക് പോയി തിരിച്ച് സപ്പോർട്ടിൽ 1ൽ വന്നിട്ട് നമ്മുടെ നോ ട്രേഡ് സോണിലേക്ക് കയറി അവിടെ അവസാനിക്കുകയാണ് ചെയ്തത്. പക്ഷേ രണ്ടാമത്തെ സെക്കൻഡ് സെഷനിൽ അല്ലെങ്കിൽ ഒരു 10 മണിയോടുകൂടി ഈ ഒരു റാലി ആരംഭിച്ചത് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ എല്ലാവർക്കും സാധിച്ചിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇന്ന് ആരംഭിച്ചത് ബ്രേക്ക് ഡൗൺ ലെവലിൻ്റെ താഴെയും R1ൻ്റെ ഇടയിലായിട്ടാണ്. അവിടുന്ന് R1ൽ സപ്പോർട്ട് എടുത്തു തിരിച്ച് ബ്രേക്ക് ഡൗൺ ലെവലിലേക്ക് വന്നു. ഇവിടെ നിന്നാണ് പ്രോപ്പർ റാസ് ലെവൽസിൻ്റെ എൻട്രി ആക്റ്റീവ് ആവുന്നത്. ഇവിടുന്ന് പിന്നെ R1ലേക്ക് പോയി. എത്ര പോയിൻ്റാണുള്ളത്? 90ഓളം പോയിൻറ്റ്. പിന്നെ ദെൻ യെസ്റ്റർഡേ ഹൈ കട്ട് ചെയ്തിട്ട് നേരെ R2ൽ പോയിട്ട് അവിടുന്ന് യെസ്റ്റർഡേ ഹൈയിലേക്ക് വന്ന് സപ്പോർട്ട് എടുത്തു. അപ്പോൾ ഏകദേശം 180 പോയിൻറ്റിൻ്റെ ഒരു സ്ട്രൈറ്റ് മൂവ്മെൻറ്റ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് റാസ് ലെവൽസിന് സാധിച്ചിട്ടുണ്ട്. അതേപോലെ ഫിൻ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഫിൻ നിഫ്റ്റി ഇന്ന് ആരംഭിച്ചത് യെസ്റ്റർഡേ ലോയിലാണ്. അവിടുന്ന് നമ്മുടെ S1ൽ അല്ലെങ്കിൽ സപ്പോർട്ട് 1ൽ 19333 സപ്പോർട്ട് എടുക്കുകയും അവിടെ തിരിച്ച് നേരെ നോ ട്രേഡ് സോണിൽ വന്നിട്ട് അവിടെ നിന്ന് ഒരു ബ്രേക്കൗട്ട് കൊടുത്തു. അത് ഏകദേശം ഒരു ഇന്ന് ഹൈ വരും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ആ ഒരു ലെവൽ വരെ പോയിട്ട് അവിടുന്ന് യെസ്റ്റർഡേ ഹൈയുടെ താഴെ വന്ന് അവസാനിക്കുകയാണ് ചെയ്തത്. സെൻസെക്സ് ഇന്ന് ഓപ്പൺ ആയത് നമ്മുടെ S2ൻ്റെ താഴെയാണ്. അവിടെ നിന്ന് നേരെ താഴോട്ട് പോയി 3 അഡീഷണൽ ലെവൽസ് ഇന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ S4 5 6 S6ൽ സപ്പോർട്ട് എടുത്തു. അവിടെ നിന്ന് തിരിച്ച് നേരെ കയറി വന്ന് യെസ്റ്റർഡേ ലോ കട്ട് ചെയ്തു. അവിടെ നിന്ന് വന്ന് നോ ട്രേഡ് സോണും കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ടാണ് ഇന്ന് ക്ലോസ് ചെയ്തിട്ടുള്ളത്. സെൻസെക്സ് ഓപ്ഷൻസ് വളരെ പെട്ടെന്ന് തന്നെ മാർക്കറ്റിൽ അവൈലബിൾ ആയി തുടങ്ങും. അതിന് എല്ലാ ബ്രോക്കേഴ്സും അവരുടെ ബാക്ക് എൻഡിൽ അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്ന തിരക്കിലാണ്. കേരളത്തിലെ ബേസ് ചെയ്ത് പോകുന്ന 1-2 കമ്പനികൾ ഓൾറെഡി ഈ ഓപ്ഷൻസ് കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട്. കേരള ബേസ്ഡ് ആയിട്ടുള്ള ബ്രോക്കേഴ്സാണ് എന്നാണ് പറഞ്ഞത്. ഞാൻ സത്യം പറഞ്ഞാൽ ഇന്ന് BSE ഉള്ള ഒരു ഒഫീഷ്യലായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം തന്ന കുറേ ഇൻഫർമേഷൻസ് വളരെ വാല്യുബിളാണ്. അത് തീർച്ചയായിട്ടും വൈകുന്നേരമുള്ള ഗൂഗിൾ മീറ്റിൽ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ദെൻ ബാങ്ക് എക്സ് നോക്കുകയാണെങ്കിൽ ബാങ്ക് എക്സ് ഇന്ന് ഓപ്പൺ ആയത് തന്നെ നമ്മുടെ നോ ട്രേഡ് സോണിൻ്റെ മുകളിൽ ഓപ്പൺ ആയിട്ട് R1ൽ വന്ന് സപ്പോർട്ട് എടുത്തു. പക്ഷേ ഭയങ്കര വൊളാറ്റൈലായിട്ടാണ് ഇത് കാണുന്നത്. ബാങ്ക് എക്സിൻ്റെ മൂവ്മെൻറ്റ്സ് കാണുന്നത് ഹൈ വൊളാറ്റൈലാണ്. അപ്പോൾ ഇത് ഇവിടുന്ന് ഇതിൻ്റെ വിക്ക് വളരെയധികം നീളം കൂടിയ വിക്കുകളാണ് കാണുന്നത്. പക്ഷേ നമ്മുടെ കയ്യിൽ ഓപ്ഷൻസ് ഇതുവരെ അവൈലബിൾ ആയിട്ടില്ല. വളരെ പെട്ടെന്ന് തന്നെ വിത്തിൻ എ മന്ത് ടൈം ഇത് അവൈലബിൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. സോ ഇന്ന് ഓപ്പൺ ആയത് നമ്മുടെ ബ്രേക്ക് ഔട്ട് ലെവലിൻ്റെ താഴെയായിട്ട് ഓപ്പണായി നേരെ വന്ന് യെസ്റ്റർഡേ ലോയിൽ വന്ന് സപ്പോർട്ട് എടുത്തു. തിരിച്ച് മുകളിൽ വന്ന് നോ ട്രേഡ് സോണിൽ കൺസോൾട്ടേറ്റ് ചെയ്തു. അവിടെ നിന്ന് പ്രോപ്പർ ബ്രേക്ക് ഔട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവും. ഇവിടെ നിന്ന് 49,481 നിന്ന് ബ്രേക്ക് ഔട്ട് തുടങ്ങിയിട്ട് ഫസ്റ്റ് ടാർഗറ്റ് വരുന്നത് 49,576 ഏകദേശം 90 പോയിൻറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ്. ദെൻ വീണ്ടും 90 പോയിൻറ്റ്, എഗെയിൻ 90 പോയിൻറ്റ്. അതിന് ശേഷം ഒരു ലെവൽ വരുന്നുണ്ട്. പക്ഷേ അത് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. എന്തായാലും ഇന്ന് ഹൈ വരും എന്ന് പ്രതീക്ഷിച്ചിരുന്ന അതേ സ്ഥലത്ത് തന്നെ മാർക്കറ്റ് ക്ലോസ് ആയി ബാങ്ക് എക്സ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ലെവൽസ് നമുക്കൊന്ന് വളരെ ടൈറ്റ് നല്ല ക്ലോസ് ആയിട്ടൊന്ന് നിരീക്ഷിക്കാം. കാരണം ഇനി ഓപ്ഷൻസ് അവൈലബിൾ ആയി തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അത് ട്രേഡ് ചെയ്യാനുള്ളതാണ്. സോ ബാങ്ക് എക്സിൻ്റെ റാസ് ലെവൽസ് ബാങ്ക് എക്സിലും സെൻസെക്സിലും എത്രത്തോളം പവർഫുള്ളായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കി ഉറപ്പിക്കാം, ഒരു എക്സ്പീരിയൻസ് ആക്കാം. ഓൾ റൈറ്റ്, ഇനി നമുക്ക് ഓവറോൾ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് എങ്ങനെ ഉണ്ടായിരുന്നു നോക്കാം. നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നിഫ്റ്റി നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ് ഇപ്പോൾ മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരാഴ്ച കൺസൾട്ടേഷനിൽ പോകും എന്നുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെയാണ് അത് ട്രേഡിങ് നടക്കുന്നത്. ഇപ്പോൾ കർണാടക ഇലക്ഷൻ നടക്കുന്നുണ്ട്. റൂളിംഗ് പാർട്ടിക്ക് ഏതെങ്കിലും രീതിയിലൊരു ബുദ്ധിമുട്ട് നേരിട്ടാൽ അത് നമ്മളെ മാർക്കറ്റിനെ ബാധിക്കും. അതല്ല ഇനി അവർക്ക് സപ്പോർട്ടിങ് ആവുന്ന രീതിയിലേക്ക് ഇലക്ഷൻ റിസൾട്ട്സ് വരികയാണെങ്കിൽ അതും മാർക്കറ്റിനെ നല്ല രീതിയിൽ ബാധിക്കാൻ സാധ്യത. നോർമലി സ്റ്റേറ്റ് ഇലക്ഷനൊന്നും നമ്മുടെ മാർക്കറ്റിനെ ബാധിക്കാത്ത വിഷയങ്ങളാണ്. പക്ഷേ ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പ്രത്യേക പരിഗണനയുള്ള ഒരു ഗവൺമെൻറ് ആയതുകൊണ്ട് തന്നെ ഇവിടെയുള്ളതും സെൻട്രൽ ഗവൺമെൻറ്റിലെ പാർട്ടിയും ഒരേ പാർട്ടി ഭരിക്കുന്നതും അവരുടെ വിജയവും പരാജയവും തീരുമാനിക്കുന്നതായതുകൊണ്ട് ഈ ഒരു ഇലക്ഷന് നമ്മൾ പ്രത്യേക പരിഗണന കൊടുക്കേണ്ടി വരും. എന്തായാലും ഇനി അപ്പോൾ മാർക്കറ്റ് റേഞ്ച് ബൗണ്ടാണ്. നാളെ ഇപ്പോൾ അടുത്ത മൺഡേയിൽ നമുക്ക് എന്തായാലും ഇതിനൊരു എൻഗൾഫിക്കാവുന്ന രീതിയിൽ മറ്റൊരു ചെറിയ ക്യാൻഡിൽ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം.
എന്നാൽ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ചെറിയ രീതിയിൽ ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് ഇന്ന് കാഴ്ചവെച്ചിട്ടുണ്ട്. പക്ഷേ അതൊരു ബ്രേക്ക് ഔട്ടായിട്ടോ ഒന്നും തന്നെ നമുക്ക് പരിഗണിക്കാൻ പറ്റില്ല. ജസ്റ്റ് ഇനി വരുമ്പോൾ മോസ്റ്റ് പ്രോബബ്ലി ഇവിടുന്ന് എൻഗൾഫിംഗ് ആയിട്ട് മറ്റൊരു ക്യാൻഡിൽ ഇതിന് പാരലായിട്ട് വരും എന്നേ ഉള്ളൂ. കാരണം ഇത്രയും വലിയ വാല്യൂ ഉള്ള ഒരു ഇൻഡെക്സ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അപ്പ് ഡൗൺ മൂവ്മെൻറ്റ്സ് വരാൻ സാധ്യതയുണ്ട്. ഇനി ഫിൻ നിഫ്റ്റി നോക്കുകയാണെങ്കിലും ഫിൻ നിഫ്റ്റിയും ഇതേ അവസ്ഥ തന്നെയാണ് ഏകദേശം കിടക്കുന്നത്. നമ്മുടെ ആ ഹൈയിലാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. ഇനി മാർക്കറ്റ് ഇവിടുന്ന് ഒരു ചെറിയൊരു പുൾ ബാക്ക് എടുത്ത് ഒരു റെഡ് ക്യാൻഡിൽ ഉണ്ടാക്കും, വീണ്ടും അതിനെ എൻഗൾഫ് ചെയ്യുന്ന രീതിയിൽ പുതിയ ക്യാൻഡിൽസ് ഉണ്ടാക്കി എന്തെങ്കിലും ഒരു മേജർ ഈവൻറ്റിൻ്റെ ബേസിൽ ഒരു ബ്രേക്കൗട്ട് തരികയും അതൊരു ഹ്യൂജ് മൂവ്മെൻറ്റ് ഉണ്ടാക്കുകയും ചെയ്യും. നമുക്ക് എന്തായാലും അതിനുവേണ്ടി കാത്തിരിക്കാം. അങ്ങനെ ഒരു ഈവൻറ്റ് ഇപ്പോൾ കർണാടക ഇലക്ഷൻ ആ രീതിയിലേക്ക് എത്തും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ അതല്ലാതെ എന്തെങ്കിലും ഫിനാൻഷ്യൽ ഈവൻറ്റ് വരുമ്പോഴാണ് മോസ്റ്റ് പ്രോബബ്ലി ഇത് ഒരു ബ്രേക്കൗട്ട് ഉണ്ടാവുക. നോക്കാം, എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കാം. അതുവരെ മാർക്കറ്റ് ഈ രീതിയിൽ കൺസോൾട്ടേറ്റ് ചെയ്ത് അല്ലെങ്കിൽ റേഞ്ച് ബൗണ്ടായിട്ട് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റ് റിപ്പോർട്ടിൽ പറയാനുള്ളത്. ഇപ്പോൾ ഇന്ന് 7:30-ക്കുള്ള ഗൂഗിൾ മീറ്റിൽ എല്ലാവരും പങ്കെടുക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ചോദ്യങ്ങളൊക്കെ മറുപടി പറയാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് തിങ്കളാഴ്ച കണ്ടുമുട്ടാം. താങ്ക് യു വെരി മച്ച്.